720 from a shop. He negotiated the price and the shopkeeper reduced it 2 per apple. Due to this, the man could buy 4 more apples than what he bought earlier. How many apples he originally bought? അപ്പോൾ 2 രൂപ ഒരു ക്വാണ്ടിറ്റി മേടിക്കുന്നുണ്ട്. ആ ഒരു ക്വാണ്ടിറ്റിയുടെ പുറത്ത് ഓരോ എണ്ണത്തിലും 2 രൂപ വെച്ച് കുറച്ചതുകൊണ്ടാണ് 4 എണ്ണം അധികം മേടിക്കാൻ പറ്റിയത്. അപ്പോൾ നേരത്തെ ഒരു 2 ക്വാണ്ടിറ്റി മേടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെഗോസിയേഷൻ നടന്നതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും? 2 രൂപ വെച്ച് ഓരോന്നിനും കുറയ്ക്കണം. അങ്ങനെ മൊത്തത്തിൽ എത്ര കുറഞ്ഞു? ഇത്രയും. ഈ പൈസക്കാണ് എന്ത് കിട്ടിയത്? 4 സാധനങ്ങൾ എക്സ്ട്രാ വന്നത്. അതായത് പ്രൈസ് ഓഫ് ന്യൂ. നേരത്തെ എത്രയോ ഒരു ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ മേടിക്കുന്നുണ്ട്. നെഗോസിയേഷൻ നടന്നതിന്റെ ഫലമായിട്ട് ഓരോ ആപ്പിളിനും 2 രൂപ വെച്ച് കുറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം എത്ര രൂപ? ഒരു 2 ഇൻറ്റു ഇത്രയും പൈസ കുറഞ്ഞ് നിൽപ്പുണ്ട്. ആ പൈസയ്ക്ക് എക്സ്ട്രാ 4 എണ്ണം എക്സ്ട്രാ കിട്ടി. അതായത് 4 എണ്ണത്തിന്റെ വിലയ്ക്ക് തുല്യമാണ് ഇത്. 4 എണ്ണത്തിന്റെ വിലയ്ക്ക് തുല്യമാണ് ഇത്. ഓക്കെ, ഇനി ഇവിടെ സോ നേരത്തെ വാങ്ങിച്ചതിന് 2 രൂപ വെച്ച് കുറഞ്ഞു. സോ ഓൾഡ് ക്വാണ്ടിറ്റി ആണ്. ഓൾഡ് ക്വാണ്ടിറ്റി വാല്യൂ 2 ഇൻറ്റു പ്രൈസ്. ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ഹി ഒറിജിനലി ബൈ? എത്ര ആപ്പിൾസ് യഥാർത്ഥത്തിൽ വാങ്ങിച്ചു? ഈ ക്യൂ ഓൾഡ് തന്നെ ചോദിക്കുന്നത്. ചെക്കിംഗ് ഓപ്ഷൻസ്, ഓപ്ഷൻ 4 നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 4. അപ്പോൾ ക്യൂ ഓൾഡ് നമുക്കറിയത്തില്ല, അതാണ് 40 ആണെന്ന്. ഇപ്പോൾ എന്താണ് ക്യൂ ഓൾഡ് എന്ന് ചോദിക്കുന്നത്? ഇപ്പോൾ 40 ആണെങ്കിൽ എന്ത് പറ്റും? ക്യൂ ഓൾഡ് 40 ആണെങ്കിൽ ന്യൂ പ്രൈസ് എന്തായിരിക്കും? പ്രൈസ് ന്യൂ എന്തായിരിക്കും? ഓക്കെ, ഇനി എന്താ പ്രത്യേകത? ഈ ഫസ്റ്റ് പാർട്ട് നോക്ക്. ഈ 720 രൂപയ്ക്കാണ് ആദ്യം കടയിൽ പോയത്. 720 രൂപയ്ക്ക് എത്രയോ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ മേടിച്ചു. നെഗോസിയേഷൻ നടന്നു. അപ്പോഴത്തേക്കും 2 എണ്ണം വെച്ച് കുറച്ചു. അപ്പം എത്ര എണ്ണം എക്സ്ട്രാ കിട്ടി? 4 എണ്ണം അധികം മേടിച്ചു. അപ്പം ഓൾഡ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ഓൾഡ് എന്ന് പറയുന്നത് എന്തുമായിരിക്കണം? 720 ആയിരിക്കണം. ന്യൂ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ന്യൂ എന്തുമായിരിക്കും? അതും 720 ആയിരിക്കും. ഓൾഡ് ക്വാണ്ടിറ്റി ഇൻറ്റു ഓൾഡ് പ്രൈസ് ചെയ്താലും 720 കിട്ടും. ന്യൂ ക്വാണ്ടിറ്റി ഇവിടെ 40 ആണെങ്കിൽ ഇപ്പം 44 ആയിരിക്കും. കാരണം 4 എക്സ്ട്രാ കൊടുത്തില്ലേ? പ്രൈസ് എന്തായിരിക്കും? തന്നിട്ടുണ്ട്. ഏതാ? 20. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 720 വരുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് ഓപ്ഷൻ. ഓപ്ഷൻ 3 നോക്കുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റി, പഴയ ക്വാണ്ടിറ്റി എത്ര ഉണ്ടെന്ന് വെച്ചാൽ അതവിടെ പറയും 36 ആണ്. സോ അവിടെ പ്രൈസിനും എന്ത് കിട്ടും? പ്രൈസിനും വിച്ച് ഈക്വൽ 36/2 വിച്ച് ഈക്വൽ 18 വരും. ക്വാണ്ടിറ്റി ന്യൂ എന്താ? ക്വാണ്ടിറ്റി ന്യൂ ഇവിടെ എത്ര? ന്യൂ ക്വാണ്ടിറ്റി ഏതാ? 36ന്റെ കൂടെ 4 കൂടെ കൂടുതലായിരിക്കണം. കാരണം 4 അധികം കിട്ടിയെന്നല്ലേ പറയുന്നത്. 40 ഇൻറ്റു പ്രൈസിനും എത്ര? 18. 40 × 18 720 വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ഓപ്ഷൻ. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആദ്യം ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി ഒരു 720 രൂപയ്ക്ക് പാതി ഒരു ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നുണ്ട്. ആ ക്വാണ്ടിറ്റി നെഗോസിയേഷന്റെ ഫലമായിട്ട് ഓരോ എണ്ണത്തിനും എത്ര വെച്ച് പറയുന്നുണ്ട്? 2 രൂപ വെച്ച് പറയുന്നുണ്ട്. സോ അതിന്റെ ഫലമായിട്ട് എത്ര ക്വാണ്ടിറ്റി ആദ്യം മേടിച്ചു? ഓൾഡ് ക്വാണ്ടിറ്റി എത്രയാണോ 2 രൂപ കുറഞ്ഞ് അത്രയും വിലയ്ക്ക് തുല്യമാണ് പുതിയ 4 എണ്ണം കിട്ടി. പുതിയ 4 എണ്ണം കൈവരാൻ കാരണം ഈ 2 രൂപ വെച്ച് കുറഞ്ഞതാണ്. 2 രൂപ വെച്ച് എത്ര കുറഞ്ഞാണ്? 2 രൂപ വെച്ച് എത്ര എണ്ണം ഉണ്ടായിരുന്നു അത്രയും കുറഞ്ഞു. ആ പൈസയ്ക്ക് 4 എണ്ണം പുതിയത് കിട്ടി. എന്ന് വെച്ചാൽ 4 പുതിയ എണ്ണത്തിന്റെ വിലയാണ് ഈ കുറഞ്ഞ തുകയ്ക്ക് തുല്യം. 4 പുതിയ എണ്ണത്തിന്റെ വിലയാണ് ഈ 2 രൂപ വെച്ച് ഇത്രയും കുറഞ്ഞ എമൗണ്ടിന് കിട്ടിയത്. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ ഓൾഡിന്റെ ഒരു വില കിട്ടും. ഇനി ഓപ്ഷൻ ചെക്ക് ചെയ്യാം. നമ്മൾ 3, 4 അങ്ങനെ വിട്ടു. ഫസ്റ്റ് 4 ടൂക്കി. അപ്പോൾ പറയുന്നത് ഏതാണ്? ഹൗ മെനി ആപ്പിൾസ് ഡിഡ് ഹി ഒറിജിനലി ബ്രോട്ട്? അതായത് ഓൾഡ് ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓൾഡ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അത് 40 ആണ്. ഓൾഡ് ക്വാണ്ടിറ്റി എടുത്താൽ പുതിയ പ്രൈസ് 20 വരും. സോ ന്യൂ പ്രൈസ് ചെയ്യുമ്പോൾ 720 കിട്ടണം. ഓൾഡ് ക്വാണ്ടിറ്റി ഓൾഡ് പ്രൈസ് ചെയ്താൽ 720 കിട്ടണം. ഇവിടെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ ക്യൂ പ്രൈസ് ഓൾഡ് ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താ? ഇവിടെ വരുന്ന ക്വാണ്ടിറ്റിയിൽ നിന്ന് 4 കുറവായിരിക്കും. അവിടെ ഇവിടെ വരും 36. നമുക്ക് അറിയാം 36 വന്നിട്ടുണ്ട്. ഇവിടെ വരുന്ന പ്രൈസിനേക്കാളും 2 കൂടുതലായിരിക്കും ഇവിടെ. സോ അതുകൊണ്ട് 20 വരും. സൂചിച്ചിട്ട് വരും 720 തന്നെ വരും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓപ്ഷൻ ചെക്കിംഗ് ആണ് നമ്മളിതിന്റെ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്.